പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയമാണ് എല്ലാ കഴിവുകളും തമ്പുരാനാണ് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കഴിവുകളും തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. നീ നല്ലൊരു വചനപ്രഘോഷകനാണോ, നല്ലൊരു ഗായകനാണോ, നന്നായി പടം വരയ്ക്കുന്നവനാണോ, നന്നായി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണോ, ഏതുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ഈ കഴിവുകൾ നിനക്ക് തന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നിനക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരിക്കലും കഴിവുകളിൽ അഹങ്കരിക്കരുത്. ഞാനൊരു പാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രസംഗം പറയും, അല്ലെങ്കിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കും, അതിൽ നീ ഒരിക്കലും അഹങ്കരിക്കരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കാരണം ഇത് നിനക്ക് നൽകിയിരിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ ബൈബിൾ ഇപ്രകാരം കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 35-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, യൂദാ ഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബെസാലേലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് അവനിൽ ദൈവീക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലയിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ബെസാലേലിനെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു, തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവിധ കഴിവുകളിലുള്ള വൈവിധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിവുകൾ നൽകുന്നത് ദൈവമാണ്. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം 35-ാം അധ്യായം 35-ാം തിരുവചനം വീണ്ടും പറയുന്നു, കൊത്തുപണിക്കാരനോ രൂപസംവിധായകനോ നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയിലോ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതുതരം ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഇതാ തമ്പുരാനാണ് എല്ലാ കഴിവുകളും നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. കഴിവുകളിൽ അഹങ്കരിക്കാതെ, ഈ കഴിവുകളൊക്കെ എനിക്ക് നൽകിയിരിക്കുന്നത് എൻ്റെ പൊന്നു തമ്പുരാനാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 1-ാം വചനം നമ്മൾ പ്രായം കാണുന്നുണ്ട്. സോളമോന് സർവ്വ കഴിവുകളും ദൈവം നൽകുന്നു, സകല മഹത്വവും ദൈവം നൽകുന്നു. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 1-ാം തിരുവചനം. ദാവീദിൻ്റെ മകൻ സോളമൻ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവന് പ്രതാപം നൽകി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്ത് കഴിവാണെങ്കിലും പ്രതാപമാണെങ്കിലും നിനക്ക് പേര് നൽകുന്നതാണെങ്കിൽ അത് ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം പ്രിയപ്പെട്ടവർ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദൈവം തന്ന കഴിവുകൾ, ദൈവം തന്ന അധികാരങ്ങൾ, ദൈവം തന്ന മഹത്വങ്ങൾ നാം എന്ത് ചെയ്യണം? ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക. നീ നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ ദൈവമഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക. നല്ലൊരു എഴുത്തുകാരനാണെങ്കിൽ ദൈവമഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക. ഇതാണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.